എന്നാലും നമ്മൾ ഷെയ്ക്കിന് വി എസ് സുനിൽകുമാറിന് ഏറ്റവും വൈകാരികമായ ഇടം ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മറുപടി കിട്ടും അത് കേരളോർമ്മയാണെന്ന്. ഒരുപാട് തവണ ആ മറുപടി കേട്ടിട്ടുണ്ട്, കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പൊതു ജീവിതത്തിൻ്റെ ഒരു ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് തൃശ്ശൂർ കേരളോർമ്മ കോളേജാണ്. അത് യാതൊരു സംശയവുമില്ല. അതിന് ഞാൻ 1985-88 കാലഘട്ടത്തിൽ ഇവിടെ പഠിക്കുമ്പോൾ എൻ്റെ സഹപാഠികളായിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു ചോദിച്ചാൽ, ഒന്ന് ഇപ്പോഴത്തെ മന്ത്രി കെ രാധാകൃഷ്ണൻ, രാജ്യസഭാ മെമ്പർ ജോൺ ബ്രിട്ടാസ്, തൃശ്ശൂർ MLA പി ബാലേന്ദ്രൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ പ്രൊഫസർമാരായിട്ടും ഡോക്ടർമാരായിട്ടും SP-മാരായിട്ടും അതുപോലെ തന്നെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ പഴയ ബാസ്ക്കറ്റ് ബോൾ താരം ശേഷാദ്രി, ജോൺ, ഇന്ത്യൻ ടീമിൽ കളിച്ചിരുന്ന ക്യാപ്റ്റനായിരുന്ന ജയശങ്കർ, സോളി സേവിയർ, അതുപോലെ ഈ CV പാപ്പച്ചൻ, ഇങ്ങനെയുള്ള സ്പോർട്സ് താരങ്ങളും KR ടോണിയെ പോലുള്ള കവികളും ഒക്കെ പഠിച്ചിരുന്ന കാലത്താണ് ഞങ്ങൾ ഈ ക്യാമ്പസിൽ ISF-ൻ്റെ SFIയുടെയും പ്രവർത്തകരായിട്ട് അന്ന് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പസിൻ്റെ ഓരോ മുക്കും മൂലയും ഞങ്ങൾ ഓടി നടന്ന് ഇവർ നടക്കുന്ന പോലെ അന്ന് ഞങ്ങളാണ് നടന്നിരുന്നത്. പുതിയ തലമുറയുടെ ഒരു വാക്ക് ചോദിച്ചിട്ട് രണ്ടാമതും വരുമ്പോൾ എന്താ മറുപടി കൊടുത്തത്? മറുപടി എന്തായാലും തൃശ്ശൂർ ഇദ്ദേഹത്തെ തന്നെ ജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി. വി എസ് സുനിൽകുമാറിനൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതെ, VS ആണ്. അപ്പോൾ ഈ കേരളോർമ്മ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരിലും ഭയങ്കര വിശ്വാസമാണ്. പൂർണ്ണമായിട്ടും ഞാനിവിടുത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് യങ് ജനറേഷനാണ്. കാരണം നാം വിചാരിക്കുന്ന പോലെ യങ് ജനറേഷൻ പൊളിറ്റിക്കൽ അല്ലാത്തവരാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. യങ് ജനറേഷൻ നമ്മളെക്കാളും കൂടുതൽ പൊളിറ്റിക്കലാണ്. അവരൊരു പക്ഷേ ലൈം ലൈറ്റിൽ വന്ന് നമ്മൾ സാധാരണ നടക്കുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളിലും പഴയതുപോലെ ചാടി ഇറങ്ങുന്നില്ലെങ്കിലും അവർ ഒരു ടൈമിൽ അവരുടെ ഒരു ആക്ഷൻ ഉണ്ടാവും എന്നുള്ള എൻ്റെ പ്രതീക്ഷ. കാരണം ഈ പ്രളയം കാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളാരും പ്രതീക്ഷിക്കാത്തതാണ്. ഈ യങ് ജനറേഷൻ്റെ ഒരു ഇൻ്റർവെൻഷൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇൻ്റർവെൻഷനായിരുന്നു. നമ്മൾ ഞെട്ടിപ്പിച്ചതായിരുന്നു. അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഇൻ്റർവെൻഷൻ അവർ നടത്തുകയും പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയവരാണ്. അത് കോവിഡ് കാലത്ത് അവർ നടത്തിയതാണ്. അങ്ങനെ ഒരു വലിയ നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു ഭയാനകമായ ഭവിഷ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ ഇടപെടേണ്ടത് യങ് ജനറേഷനാണ്. യങ് ജനറേഷൻ്റെ ഡൈനാമിസം എന്ന് പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിൽ പ്രതിഫലിപ്പിക്കപ്പെടും എന്ന് യാതൊരു സംശയവും വേണ്ട. ഈ കേരളോർമ്മ വന്നപ്പം VS സുനിൽകുമാർ എത്ര ചെറുപ്പമായി? ഞാനീ പേരില്ലാത്ത മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പഴയ വിദ്യാർത്ഥി നേതാവിനെ പോലെയാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് ആ ഒരു ജനറേഷൻ, ഇത് വയസ്സ് 3 തരത്തിലുണ്ട്. ഒന്ന് ക്രൊണോളജിക്കൽ ഏജ് എന്ന് പറയും. അത് നമുക്ക് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല, വർഷം ചെല്ലുന്നവർ മാറിക്കൊണ്ടിരിക്കും. ഒന്ന് മെൻ്റൽ ഏജ് എന്ന് പറയും. അത് മനസ്സിനുണ്ടാകുന്ന വയസ്സാണ്. അതൊരിക്കലും നമുക്ക് വയസ്സനാവില്ല. നമ്മൾ എത്ര വയസ്സായാലും നമുക്കത്. പിന്നെയുള്ളത് നമ്മുടെ ബയോളജിക്കൽ ഏജാണ്. അത് നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ 55 വയസ്സ് 60 വയസ്സാണെങ്കിലും ചിലപ്പോൾ 70 വയസ്സുകാരൻ്റെ ബോഡി ആയിരിക്കും. 55 വയസ്സിൻ്റെ ചിലപ്പോൾ 45 വയസ്സുകാരൻ്റെ ബോഡി ഉണ്ടായിരിക്കും. അതിന് ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. ഈ 3 ഏജിൽ പെടുത്തിയാലും നമ്മളെപ്പോഴും യങ് ജനറേഷൻ ആയിട്ടിരിക്കും.